അങ്ങനെ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. ജിൻഡോ വീണ്ടും ക്യാപ്റ്റൻ ആവുമെന്നൊക്കെ കരുതിയവരെ ചമ്മിപ്പോയി ഒരു വാത്തിരിപ്പുണ്ട്. ജയിൽ നോമിനേഷനിലേക്ക് ബദ്ധശത്രുക്കളാണ് ഇത്തവണ ഒരുമിച്ചെത്തിയിരിക്കുന്നത്. ഇനി സിബിന് ബിഗ് ബോസിന്റെ ഒരു വാണിംഗ് കിട്ടിയിട്ടുണ്ട്. ജാൻമണിയോട് ആരോ എന്തോ പറഞ്ഞത് ഒരു പ്രശ്നമായിട്ടുണ്ട്. ജാസ്മിനും ഗബ്രിയും പണ്ടത്തെ ചങ്ങനെ തെങ്ങുമ്പോ തന്നെ എന്ന അവസ്ഥയാണ് ഇപ്പോഴും. ഇക്കണക്കിന് പോയാൽ ജിൻഡോയും ജാസ്മിനും പരസ്പരം തല്ലിച്ചാവും. ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യം തന്നെ ക്യാപ്റ്റൻസി ടാസ്ക്. ജിൻഡോ, ശ്രീതു, നന്ദന ഇവരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിച്ചത്. അടുത്ത ക്യാപ്റ്റൻ ഞാൻ തന്നെ എന്നൊക്കെ ജിൻഡോ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് ഒരു കടുകട്ടി ടാസ്ക് കൊടുക്കുന്നത്. ഗാർഡൻ ഏരിയയിൽ 3 പെഡസ്റ്റൽ ഫാനുകളിലായി ഗ്ലാസുകൾ അറ്റാച്ച് ചെയ്ത് വെക്കും. ഫാനിന്റെ ഓപ്പോസിറ്റായി 3 മത്സരാർത്ഥികളും നിൽക്കേണ്ട പോയിന്റുകളും ഇടയിൽ ഒരു ടേബിളും ഉണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫാനുകൾ ഓണാവും. പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഫാനിന്റെ കാറ്റിനെ മറികടന്ന് അറ്റാച്ച് ചെയ്ത ഗ്ലാസുകളിലേക്ക് പ്ലാസ്റ്റിക് ബോളുകൾ മേശയിൽ കുത്തിയുയർത്തി എറിഞ്ഞു വീഴ്ത്തണം. ഏറ്റവും ആദ്യം 10 ബോളുകൾ ഗ്ലാസ്സിൽ എത്തിക്കുന്ന ആൾ ആരാണോ അവര് ജയിക്കും. ഇതാണ് ഇത്തവണത്തെ ക്യാപ്റ്റൻസി ടാസ്ക്. കേൾക്കുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ചെയ്തവർക്ക് അത്ര സിമ്പിൾ ആയിരുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശ്രീതുവിനെ ഗെയിം ട്രാക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമായി. ലാസ്റ്റ് ശ്രീതു തന്നെ ജയിക്കുകയും ചെയ്തു. ജിൻഡോ വരെ ഞെട്ടിപ്പോയ അവസ്ഥയായിരുന്നു. കാരണം മെജോറിറ്റി ആൾക്കാരും ജിൻഡോ ജയിക്കുന്നൊക്കെയാണ് കരുതിയത്. എന്തായാലും ശ്രീതു ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയ ശ്രീതു ക്യാപ്റ്റൻ ആവുമ്പോഴെങ്കിലും ആക്റ്റീവ് ആകേണ്ടത് സത്യത്തിൽ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ വേഴ്സ്റ്റ് ക്യാപ്റ്റൻ എന്നൊക്കെ കേൾക്കേണ്ടി വരും. അത് മാത്രമല്ല, നിഷ്പക്ഷമായി ഒരു നിലപാടെടുക്കുകയും വേണം. അതൊക്കെ ഇനി നെക്സ്റ്റ് വീക്കില് കണ്ടറിയാം. ഇനി ജാൻമണിയുടെ പ്രശ്നം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ ജാൻമണി അന്നത്തെ ദിവസത്തേക്കുള്ള വഴക്കിനും അതുപോലെ കണ്ടന്റിനും വഴി ഉണ്ടാക്കി കൊടുത്തു. സംഭവം എന്താണെന്ന് വെച്ചാല്, ജാൻമണിയെ കുറിച്ച് വീടിനുള്ള ആരോ ഒരാൾ മോശമായി കമന്റ് പറഞ്ഞതാണ് പ്രശ്നം. അത് ആരാണെന്നോ അതുപോലെ എന്താണെന്നോ കൃത്യമായി ജാൻമണി പറഞ്ഞിരുന്നില്ല. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാൻ ഈ സംഭവം പറയുന്നത് തന്നെ. എല്ലാം ഓപ്പണായി വിളിച്ചു പറയുന്ന ജാനിന് ഇത് മാത്രം പറയാൻ ബുദ്ധിമുട്ടായത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാഞ്ഞത്. കാരണം ബാക്കിയുള്ളവരെ ആരാണെന്ന് ചോദിച്ചിട്ട് പോലും ജാൻ ആൾ ആരാണെന്ന് പറഞ്ഞിരുന്നില്ല. അതാണ് പിന്നീട് അങ്ങോട്ടുള്ള വഴക്കിന് കാരണമായത്. പ്രത്യേകിച്ച് ജാസ്മിനും നോറയ്ക്കും അത് ആരാണെന്ന് അറിയാതെയായിരുന്നു പ്രശ്നം മുഴുവൻ. നോറയ്ക്ക് നേരെ നോക്കിയാണ് ജാൻ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമെന്നും ആരാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇത് മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു നോറയുടെ പ്രശ്നം. അപ്പോഴത്തെ ജാസ്മിനും അത് ഏറ്റുപിടിച്ചു. ജാൻ തന്നെ നോക്കിയും സംസാരിച്ചിരുന്നു, ആരാണെന്ന് അറിയണമെന്നൊക്കെയാണ് ജാസ്മിനും പറഞ്ഞത്. ഒരാവശ്യമില്ലാതെയാണ് ഇവര് രണ്ടുപേരും ഈ പ്രശ്നത്തിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കിയത്. കാരണം അവര് ഈ ഒരു കമന്റ് പറഞ്ഞിട്ടില്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ബഹളത്തിന്റെ ആവശ്യമില്ല. അതും തൂങ്ങിപ്പിടിച്ചിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അഭിഷേക് ജയദേവ് ഇക്കാര്യം നോറയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചെങ്കിലും നോറ ആട്ടി ഓടിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയാണെന്നും പറയാത്ത കാര്യം ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ അഭിഷേക് മാക്സിമം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒന്നുകിൽ ജാൻമണിക്ക് അത് ആരാണെന്ന് വെളിപ്പെടുത്താമായിരുന്നു. രണ്ടാമത് പറഞ്ഞ വ്യക്തിക്ക് ഇത്രയും പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് ഓപ്പണായി പറയാമായിരുന്നു എന്നതാണ്. ഇത് രണ്ടും നടക്കാത്തതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ സംഭവത്തിന് പിന്നാലെ ഉണ്ടായത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിലെ പൂരി കഴിക്കുമ്പോൾ അർജുൻ 8 എണ്ണം എടുത്തിട്ട് ഒന്നും കൂടി കൂട്ടി 9 ആക്കിക്കൂടെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. 9 എന്നൊരു വേർഡ് വന്നതാണ് അവിടെ ജാൻമണി പ്രശ്നമാക്കിയത്. കേട്ട എനിക്കും ഒരു നോർമൽ ടോക്ക് പോലെയാണ് തോന്നിയത്. അതിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ അർജുന് പോലും താൻ പറഞ്ഞതാണ് പ്രശ്നമെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ജാൻമണിക്ക് ഒരു പ്രശ്നം വന്നാൽ അത് എന്റെയും പ്രശ്നം എന്ന പോലെയാണ് ജിൻഡോയുടെ ചിന്ത. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും ഈ പ്രശ്നത്തിന് പുറകിലുണ്ട്. കാരണം ജാൻമണിയെ മാക്സിമം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാണ് ഈ പ്രശ്നം ഇത്രയ്ക്കും വഷളാക്കിയത്. ഇനി ഇതിനൊക്കെ ഇടയിൽ സിബിൻ ഒരു പണി ഒപ്പിച്ചു. ജാൻമണി ഇഷ്യൂ നടക്കുന്നതിനിടയിൽ ജാസ്മിനും സിബിനും ഈ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിരുന്നു. ജാസ്മിന്റെ പ്രൊവോക്കിങ്ങിന് പിന്നാലെ കൺട്രോൾ പോയ സിബിൻ മോശമായി ജാസ്മിന് നേരെ ഒരു ആക്ഷൻ കാണിച്ചു. ജാസ്മിൻ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? ആദ്യം ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് പ്രശ്നത്തെ റൂട്ട് മാറ്റി പിടിക്കാൻ സിബിൻ ശ്രമിച്ചുവെങ്കിലും അഭിഷേക് കട്ടെന്ന് പറഞ്ഞതോടെ കുടുങ്ങിയ അവസ്ഥയായി. അവസാനം മാപ്പ് വരെ പറയേണ്ടി വന്നു. കാരണം അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായും പണി കിട്ടും. കാരണം ക്യാമറ ഇതൊക്കെ കൃത്യമായി കാണുന്നുണ്ട്. സിബിന്റെ ആക്ഷൻ പരിധി കടന്നതുകൊണ്ടും മോശമായി പോയതുകൊണ്ടാണ് ബിഗ് ബോസ് വരെ അദ്ദേഹത്തിന് വാർണിംഗ് കൊടുക്കുന്നത്. മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സിബിൻ ഒതുങ്ങി.
വന്ന അന്ന് മുതൽ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിരുന്നാൽ ഒരു വാണിംഗ് കിട്ടിയപ്പോൾ റൂട്ട് മാറ്റിപ്പിടിച്ചു. ജാസ്മിൻ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കില്ല, അതുപോലെ അവരുടെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കില്ല, നോമിനേറ്റ് ചെയ്യില്ല എന്നൊക്കെ. സംഭവം ബാക്കിയുള്ളവരുടെ മുന്നിൽ വലിയ ആളായി പറഞ്ഞതാണെങ്കിലും ആള് നന്നായി പേടിച്ചിട്ടുണ്ട്. ഇനിയും ജാസ്മിന് പിന്നാലെ പോയാൽ സ്വയം കുടുങ്ങുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയത്. എന്തായാലും ബിഗ് ബോസ് വരെ ലാലേട്ടൻ വരുന്ന ദിവസം സമൂഹം സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് സിബിനെ നല്ലത് കേൾക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ജയിൽ നോമിനേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ബദ്ധ ശത്രുക്കളാണ് ജയിലിലേക്ക് ഇത്തവണ എത്തിയത്. മറ്റാരുമല്ല, ജാസ്മിനും നോറയും. പവർ ടീം ഡയറക്റ്റ് നോമിനേഷനിൽ നോറയും ബാക്കിയുള്ളവർ ചേർന്ന് ജാസ്മിനെയാണ് സെലക്ട് ആക്കിയത്. സോഫയിലെ കാലി കയറ്റി വെച്ചതാണ് ജാസ്മിന് പണിയായത്. നോറയ്ക്കാണെങ്കിൽ പവർ ടീം പറയുന്നത് അനുസരിക്കില്ല, മീറ്റിംഗിന് വരില്ല എന്തൊക്കെയായിരുന്നു കാരണം. ശേഷം ഇവർ രണ്ടാളും ജയിലിലേക്ക് പോകുന്നുണ്ട്. ജയിലിൽ പോയ ജാസ്മിൻ സ്ക്രീൻ സ്പേസിനായി എന്തൊക്കെയോ കാണിച്ചു കൂടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. മര്യാദയ്ക്ക് ജയിലിൽ ഇരിക്കേണ്ട ആൾ കൂറയ്ക്ക് വട്ടുപിടിച്ച പോലെയാണ് ഓരോന്ന് കാണിച്ചു കൂട്ടിയിരുന്നത്. പ്രത്യേകിച്ച് ജിൻഡോയെ ഓപ്പോസിറ്റ് കിട്ടിയപ്പോൾ കേൾക്കുന്നവർക്ക് വളരെ ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിലാണ് ജാസ്മിൻ ജിൻഡോക്കെതിരെ സംസാരിച്ചിരുന്നത്. എത്രയൊക്കെ മാക്സിമം അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ ജാസ്മിൻ ശ്രമിച്ചിരുന്നു. ജിൻഡോ ആണെങ്കിലും ജാസ്മിനെ വെച്ച് മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കി. ഇരുവർക്കും, അതായത് നോറയ്ക്കും ജാസ്മിനും ജയിലിനുള്ളിലെ ശിക്ഷയായി കിട്ടിയത് വീടിനുള്ളിലുള്ള ബാക്കിയുള്ളവർക്ക് മുത്തുകൊണ്ട് മാല കോർത്തു കൊടുക്കുക എന്തായിരുന്നു. ഈ മാല ഉണ്ടാക്കിയതിന് ശേഷം ഒരാവശ്യമില്ലാതെയാണ് ജിൻഡോ മുത്ത് കുറവാണെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത്. അതുപോലെ മുത്ത് കൊണ്ടുകൊടുക്കാൻ ജയിലിലെത്തിയ ഗബ്രിയെ ജാസ്മിൻ കെട്ടിപ്പിടിച്ചതും ജിൻഡോ ഏറ്റുപിടിച്ചു. ജാസ്മിനെ ചെറുതായി ഒന്ന് പ്രൊവോക്ക് ആക്കിയാൽ ബാക്കി പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ജിൻഡോ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. എന്നിരുന്നാലും ജാസ്മിൻ ചില കാര്യങ്ങൾ കൃത്യമായി ഇതിനിടയിൽ പറഞ്ഞിരുന്നു. അതായത് ജിൻഡോ കണ്ടന്റ് ഉണ്ടാക്കുന്ന രണ്ട് വ്യക്തികൾ നോറയും ജാസ്മിനും ജയിലിലായതുകൊണ്ട് കുടുങ്ങിപ്പോയെന്നും സ്ക്രീൻ സ്പേസിനായി കഷ്ടപ്പെടുകയാണെന്നൊക്കെ വളരെ കറക്റ്റ് ആയൊരു ഒബ്സർവേഷൻ ആയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇവർ രണ്ടാളും ജയിലിൽ പോയതിന് പിന്നാലെ ജിൻഡോ ആ ഒരു പ്രദേശത്ത്, അതായത് ജയിലിന്റെ ഭാഗത്ത് തന്നെയാണ് കറങ്ങി നടന്നിരുന്നത്. എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമോ നോക്കിയിട്ട്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ജാസ്മിൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. ഇനി ഇതിനിടയിൽ ജാസ്മിൻ നോറയോട് ഗബ്രിയുടെയും തന്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ പ്രേമമില്ലെന്നും അതുപോലെ 2024 ആയ സ്ഥിതിക്ക് മലയാളികൾ മാറി ചിന്തിക്കുമെന്നൊക്കെ കരുതിയെന്നാണ് ജാസ്മിൻ വലിയ സംഭവത്തിൽ നോറയോട് പറയുന്നത്. ഈ ടോപ്പിക് സത്യത്തിൽ അവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വേറൊരു സൈഡ് നോക്കിയാൽ ജാസ്മിൻ തന്റെ ഭാഗം ക്ലിയർ ആക്കുന്നതായും തോന്നാം. കാരണം പുറത്തുള്ള തന്റെ ഇമേജ് ജാസ്മിന് മാറ്റേണ്ടത് നിലവിൽ അത്യാവശ്യമാണ്. ആ സ്ഥിതിക്ക് കിട്ടിയ ടൈം മാക്സിമം ജാസ്മിൻ യൂട്ടിലൈസ് ചെയ്യും. ഇതിനെല്ലാം മറുപടിയായി നോറ പറയുന്നത് ഗബ്രിയുടെ സംസാരം കേട്ടതിന് പിന്നാലെ കൺഫ്യൂസ്ഡ് ആണെന്നും അതാണ് പ്രശ്നമെന്നൊക്കെ നോറ പറയുന്നുണ്ട്. ജയിലിലായാലും ഞങ്ങൾക്ക് കാണാതിരിക്കാനാവില്ലെന്ന മട്ടാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും. ഒരാൾ ജയിലിലാണെങ്കിൽ മറ്റേയാൾ റൂമിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യുന്നു, ഫ്ലൈങ് കീസ് കൊടുക്കുന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളത് എഫക്ട് ചെയ്യില്ലെന്ന നിലപാടിലാണ് രണ്ടാളും മുന്നോട്ട് പോകുന്നത്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്, അതായത് ലാലേട്ടൻ വരുന്ന ദിവസം. ഉറപ്പായും സിബിന്റെ ആക്ഷൻ, അതുപോലെ ജാസ്മിന്റെ ചെരുപ്പിടാത്ത പ്രശ്നം, ജാൻമുണിയുടെ പ്രശ്നം, ഇതൊക്കെ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, സിജോ തിരിച്ചു വരുമോ എന്നതാണ്. കാരണം സിജോയ്ക്ക് റെസ്റ്റ് പറഞ്ഞ 2 ആഴ്ച ഇതോടുകൂടി കഴിയുകയാണ്. ആ നിലയ്ക്ക് വീട്ടിലേക്ക് സിജോ തിരിച്ചു വരുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്.